അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹബി അജ്മഈൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇത് എൻ്റെ കേരള ടു കരോളൈന എന്ന് പറയുന്ന ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ മെയിനായിട്ട് ഞാൻ എൻ്റെ ജിദ്ദയുടെ ലൈഫ്, ജിദ്ദയിൽ എത്തി, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ജിദ്ദയെക്കുറിച്ച് സംസാരിച്ച് ജിദ്ദയിൽ എത്തിയതിനെക്കുറിച്ച് പറഞ്ഞ്, ഇന്ന് ജിദ്ദയിലെ ലൈഫിനെ കുറിച്ചുള്ള ഒരു സമ്മറിയാണ് ഞാൻ തരുന്നത്. അഗെയിൻ ഈ ബുക്ക് ഞാൻ ഉടനെ തന്നെ മലയാളത്തിൽ പ്രിൻ്റ് ചെയ്യുന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് ഹോപ്പ്ഫുള്ളി വിതിൻ 30 days. പലരും ചോദിച്ചിട്ടുണ്ട് മലയാളം ബുക്ക് റെഡിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 30 days ശരിയാക്കാനാണ് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്. മേ ബി പ്ലസ് ഓർ മൈനസ് എ ഫ്യൂ ഡേയ്സ് ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് ജിദ്ദയിൽ ഇറങ്ങി മൻസൂറിനെ കണ്ടു. പിറ്റേഴ്സൺ രാവിലെ ഞാൻ നമ്മുടെ മാനേജർ ഫൈസൽ മുബാറക് അൽ ബത്താത്തി എന്നാണ് പേര്, ഫൈസലിൻ്റെ കൂടെ ഞാൻ ഓഫീസിൽ പോയി നമ്മുടെ കഫീൽ സ്പോൺസർ ഒമർ ബയൂനിസിനെ കണ്ട് അങ്ങനെ അവിടുത്തെ ജിദ്ദയിലെ ജോലി തുടങ്ങി. ഈ ജിദ്ദയിൽ ഞാൻ ഏകദേശം 9.5 വർഷം ഉണ്ടായിരുന്നു. ഏകദേശം 10 വർഷത്തിനടുത്ത്. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ ജിദ്ദയിൽ നടന്നു പോയിട്ടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാൻ ഈ വീഡിയോ അനുവദിക്കത്തില്ല. കുറച്ച് കാര്യങ്ങൾ പറയാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ കമൻറ്റിൽ കാണുന്നുണ്ട്, ഈ കമൻറ്റിൽ ജിദ്ദയിൽ താമസിക്കുന്ന ആൾക്കാർ ഞാൻ വർക്ക് ചെയ്ത സുമാൻ ഓഫീസ് പരിചയമുണ്ട്, കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ പല കമൻറ്റും വന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം കേൾക്കുമ്പം സന്തോഷമുണ്ട്. ജിദ്ദയിൽ എപ്പോഴും ആൾക്കാരുണ്ട്, അവിടെ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഈ പറയുന്ന ഈ സംഗതികളും സ്ഥലങ്ങളൊക്കെ പരിചയമുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ജിദ്ദയിലെത്തി, ഉമറിനെ കണ്ടു, ജോലി കയറി. അവിടെ ചെന്നപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ് എൻ്റെ ജോലി. ഞാൻ ഡൽഹിയിൽ ഏകദേശം 1.5 വർഷം വർക്ക് ചെയ്തത് മെയിൻലി ഹാർഡ്വെയർ ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു. മാത്രമല്ല കുറച്ച് ദിവസം ജോലി ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഡൽഹിയിൽ നിന്ന് പോയത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള കുറേ ടച്ചൊക്കെ വിട്ടുപോയി. മാത്രമല്ല നമ്മൾ പഠിച്ചിറങ്ങുന്നത് വേറെ, പക്ഷേ ജോലിയിൽ കയറുമ്പോഴത്തേക്ക് അവിടുത്തെ ആപ്ലിക്കേഷൻ അത് വേറൊരു സംഭവമാണല്ലോ. അതായത് പ്രാക്ടിക്കൽ ലൈഫിലെത്തുമ്പോഴത്തേക്ക് പഠിച്ചതുമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നേരിട്ട് ബന്ധം ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ഈജിപ്ഷ്യൻ പ്രോഗ്രാമർ ഉണ്ടായിരുന്നു. അയാൾ വളരെ കഴിവുള്ള ആളായിരുന്നു, എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. പിന്നെ ഒരു ഹൈദരാബാദി വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ കുറേ കാര്യം ഞാൻ പഠിച്ച്, മാത്രമല്ല അവരവിടെ ഉപയോഗിച്ചിരുന്ന ടൂൾസ്, പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ, ആ സമയത്ത് ക്ലിപ്പർ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ് ക്ലിപ്പർ. അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ബേസിക്സൊക്കെ ഏകദേശം ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് പോലെ തന്നെ, വിഷ്വൽ ബേസിക്കൊക്കെ പോലെ തന്നെയാണ്. അതുകൊണ്ട് അത് പഠിച്ചെടുക്കാൻ സമയം എടുത്തില്ല, വലിയ താമസം കൂടാതെ പഠിച്ചെടുത്ത്. അങ്ങനെ അവിടെ ജോലി ചെയ്ത്, അപ്പോൾ അവിടുത്തെ വർക്കെന്ന് വെച്ചാൽ ജിദ്ദയിലുള്ള വേറെ കടകൾ, അതായത് ചെറിയ ചെറിയ ഈ റീറ്റെയിൽ, ഹോൾസെയിൽ തുണിക്കടകൾ, അങ്ങനെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടി പ്രോഗ്രാംസ് ഉണ്ടാക്കി കൊടുക്കുക. ആ സമയത്ത് കമ്പ്യൂട്ടറൊക്കെ അവിടെയും പുതിയതാണ്. അവിടെയും ഇത് ഞാൻ പറയുന്നത് 1991 കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് കമ്പ്യൂട്ടറൊക്കെ അവിടെ പുതിയതായിട്ട് ഇറങ്ങുന്നു, പുതിയതായിട്ടൊക്കെ ഇൻസ്റ്റോൾ ചെയ്യുന്നു, എല്ലാം ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ആൾക്കാർക്ക്. ഓക്കെ, അപ്പം പലർക്കും പ്രോഗ്രാം വേണം, അവരുടെ കടയിൽ ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻവെൻട്രി കീപ്പ് ചെയ്യാൻ, അതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഏകദേശം എൻ്റെ കോൺട്രാക്റ്റ് 2 വർഷത്തെ ആയിരുന്നു. അതായത് നമ്മളിപ്പം സൗദിയിൽ പോവുകയാണെങ്കിൽ, മറ്റ് ഗൾഫ് കൺട്രീസിൽ എനിക്ക് അറിഞ്ഞുകൂടാ, സൗദിയിൽ ആ സമയത്ത് നമ്മൾ പോകുമ്പം നമുക്ക് ഒരു വിസ കിട്ടി, നമ്മളവിടെ എത്തി, ഒരു ഇക്കാമ എന്ന് പറയുന്ന സംഗതി കിട്ടും. ഒരു ചെറിയ ബുക്കാണ്, നമ്മുടെ പാസ്പോർട്ട് പോലത്തെ ഒരു ചെറിയൊരു ബുക്കാണ്. പച്ച കളറായിരുന്നു ആ സമയത്ത്, ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇക്കാമ എന്ന് പറയും, അത് ID ആണ്, നമ്മുടെ ID. ഓക്കെ, അപ്പോൾ ആ ID തരുന്നത് അത് 2 വർഷത്തേക്കാണ്. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ അത് റിന്യൂ ചെയ്യണം.
അപ്പോൾ എനിക്ക് ഇക്കാമ തന്നിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് 2 വർഷം കഴിഞ്ഞാൽ എന്നെ തിരിച്ച് നാട്ടിലോട്ട് അയക്കും എന്നാണ്. അതായത് 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് വെക്കേഷൻ കിട്ടും. അത് റിന്യൂ ചെയ്യും, പക്ഷേ എനിക്ക് 2 വർഷം കഴിഞ്ഞാലേ എനിക്ക് വെക്കേഷനോട് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വർഷം അവിടെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല. അപ്പം അവിടെ താമസിക്കാനോ ഒന്നും പ്രശ്നമില്ല. അങ്ങനെ ആ കമ്പനിയുടെ പേര് ഐഡിയൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്നായിരുന്നു. അത് അറബിയിൽ പറഞ്ഞാൽ നുദും അൽ ഹാസിബ് അൽ മിസാലി, നുദും അൽ ഹാസിബ് അൽ മിസാലി. അങ്ങനെ അവിടെ എത്തി ആ കമ്പനി ജോയിൻ ചെയ്ത് ഒമറിനെ പരിചയപ്പെട്ടു. ഒമർ നമ്മുടെ കഫീൽ, അയാൾ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. കാരണം ഉമർ അവിടുത്തെ സൗദി അറേബ്യയിലെ അറിയപ്പെടുന്ന വലിയ കമ്പനി, ഇപ്പോഴും അറിയപ്പെടുന്ന വലിയ കമ്പനിയാണ്, ഏറ്റവും വലിയ കമ്പനി എന്ന് പറയാം, മേ ബി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇൻ ദ വേൾഡ്, അറാംകോ എന്ന് പറയുന്ന കമ്പനി, അറാംകോ. ആ സമയത്ത് അറാംകോ ഉണ്ടായിരുന്നു സംശയമുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് സമാരക് എന്ന് പറഞ്ഞ കമ്പനി, സമാരക് പിന്നെ അത് മെർജ് ചെയ്തിട്ട് അറാംകോ ആയി. അപ്പം ഇദ്ദേഹം എൻജിനീയറാണ്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ ഇദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോബ്ലം ഇല്ല, നല്ല ഫ്ലുവൻ്റാണ്. ഞാൻ അവിടെ എത്തിയ ഉടനെ തന്നെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ, അമ്മാവൻ നമ്മുടെ ഡോക്ടർ അഹമ്മദ് സേട്ടിൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി, അതായത് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന് 12,000 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ ഒമർ എനിക്ക് ആ ടിക്കറ്റിൻ്റെ പൈസ റീഫണ്ട് ചെയ്ത് ചെക്ക് തന്നു. ഉടനെ തന്നെ എനിക്ക് കാശ് തിരിച്ചു തന്നു. അപ്പം അത് വളരെ സന്തോഷമായി. അപ്പോൾ ഞാൻ താമസിക്കുന്നത് മൻസൂറിൻ്റെ കൂടെയാണ്. അത് മൻസൂർ താമസിക്കുന്നത് മറ്റേ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ജാമ്യ എന്ന് പറയും, ജാമ്യ അവിടെയാണ്, ആ ഏരിയയിലാണ് മൻസൂർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഈ ഓഫീസിൽ വരാൻ 2 വണ്ടി കയറണം. ഒരു വണ്ടി, അതായത് ചെറിയ ബസ്സുണ്ട്, ഒരു മിനി ബസ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ബസ്സില്ല, പക്ഷേ ഈ ടെമ്പോ ട്രാവലർ പോലെയുള്ള ആ സൈസിലുള്ളൊരു ബസ്സാണ്. ഷേപ്പ് വ്യത്യാസമുണ്ട്, വലിയ ബസ്സിൻ്റെ ഷേപ്പാണ്, പക്ഷേ സൈസ് ചെറുതാണ്. അവരവിടെ ഹാഫില എന്ന് പറയും, ഹാഫില. അപ്പോൾ അങ്ങനെ ഞാനൊരു ബസ്സിൽ കയറി, ജാമ്യ എന്ന് ഒരു ബസ്സിൽ കയറി, ഒരു കിലോ ഹംസ എന്ന് പറയും, അതായത് കിലോ 5, ഹംസ എന്ന് 5 കിലോ 5, അവിടെ ഇറങ്ങി അവിടെ നിന്ന് വേറൊരു ബസ്സിൽ കയറിയിട്ട് വേണം ഞാൻ എൻ്റെ ഓഫീസിലെത്താൻ, നമ്മുടെ ഈ ഐഡിയൽ കമ്പ്യൂട്ടർ സിസ്റ്റംസിൻ്റെ ഓഫീസിലെത്താൻ. അവിടെ വേറൊരു പ്രത്യേകത, ഇതെല്ലാം എനിക്ക് ആദ്യമായിട്ടാണല്ലോ, അതായത് ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം വളരെ നല്ല ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. അപ്പോൾ ഈ ബസ് എന്ന് പറയുന്നത് 2 റിയാലാണ്. എവിടെ പോയാലും 2 റിയാൽ, അതായത് ഡിസ്റ്റൻസ് ഒന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് ഒരു ജിദ്ദയുടെ ഒരു അറ്റത്തുനിന്ന് കയറി വേറെ അറ്റത്തിൽ പോയാലും 2 റിയാൽ, ഒരു 10 സ്റ്റെപ്പ് മാറിയിട്ട് ഇറങ്ങിയാലും 2 റിയാലാണ്. അപ്പം അതിന് ബസ് സ്റ്റോപ്പൊന്നുമില്ല. ഇതെല്ലാം പുതിയ, നമ്മുടെ ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ബസ് സ്റ്റോപ്പിൽ പോയാലാണ് ബസ് വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ബസ് നിൽക്കത്തില്ല. അപ്പോൾ ഇതിന് അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ ബസ് വരുന്നത് കണ്ട് ഇങ്ങനെ കൈ വീശിയാൽ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ നിർത്തിത്തരും. എവിടെയെങ്കിലും നിർത്തിത്തരും. അങ്ങനെ വണ്ടി കയറും. അങ്ങനെ 2 ബസ് മാറിയിട്ട് വേണം എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തെത്താൻ. അത് ഒരു വലിയൊരു പ്രോബ്ലമായിരുന്നു. കാര്യം വേറൊരു പ്രോബ്ലം, അതായത് അവിടുത്തെ ആ കമ്പനിയുടെ, അതേപോലെ തന്നെ പല കമ്പനികളുടെയും പല ബിസിനസ്സുകളുടെയും അവരുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ, രാവിലെ ഒരു 9 മണിക്കോ 10 മണിക്കോ നമ്മൾ തുടങ്ങിയാൽ, മിക്കവാറും എനിക്കൊന്ന് 8, 8:30, 9 മണിയായിരുന്നു തുടങ്ങിയാൽ 1 മണി വരെ ഓഫീസ് ഉണ്ടാവും. ആ 1 മണിക്ക് ഓഫീസ് അടക്കും, എല്ലാവരും വീട്ടിൽ പോകും. ആ 1 മണിക്ക് ഓഫീസ് അടച്ച് വീട്ടിൽ പോയി എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ 5 മണിക്ക് വന്ന് 5 തൊട്ട് 8 വരെ പിന്നെ. അപ്പോൾ ഇടയ്ക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂർ, ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു. അവിടെ വീട്ടിൽ പോയേ പറ്റും. അതായത് ഒന്നും ചെയ്യാനില്ല, നല്ല ചൂടുമാണ്. അപ്പോൾ ഈ ചൂട് കാരണമായിരിക്കും അവർ ആ സമയം ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് പണ്ട് പോലെ അറബികൾ ചെയ്തു വരുന്ന സംഗതിയാണ്. അപ്പം ഈ കമ്പനിയിലും ഇതേപോലെ തന്നെ ഉച്ചക്ക് ഒഴിവാണ്, വർക്കില്ല. അപ്പം ഞാൻ 2 ബസ് കയറി വന്നിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ 2 ബസ് കയറി തിരിച്ചു പോകണം. അതും പിന്നെ 4 റിയാൽ ഇങ്ങോട്ടേക്ക്, 4 റിയാൽ അങ്ങോട്ടേക്ക്.
പിന്നെ വൈകുന്നേരം 5 മണിക്ക് ഇങ്ങോട്ട് വരാൻ പിന്നെയും ഒരു 4 റിയാൽ, ഇങ്ങോട്ട് ഒരു രാത്രി തിരിച്ചു പോകാൻ 4. അപ്പോൾ ഏകദേശം 16 റിയാൽ ദിവസവും ചിലവാകും. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കണക്ക് കൂട്ടുന്നത് 1 റിയാൽ 10 രൂപയാണ്. ആ സമയത്ത് 1 റിയാൽ എനിക്കൊന്ന് 10 രൂപയാണ്. അപ്പോൾ 1 റിയാൽ, അതായത് 4 റിയാൽ ചിലവാക്കി 40 റിയാൽ ചിലവാക്കി ഒരു വൺ വേ, പിന്നെ 40 റിയാൽ, പിന്നെ 4 റിയാൽ. അതിങ്ങനെ കൂട്ടുമ്പോഴത്തേക്ക്, കണക്ക് കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ആദ്യം കുറേ സമയം, അത് ഗൾഫുകാർക്കൊക്കെ അറിയാം. നമ്മളിപ്പം ആദ്യം അവിടെ എത്തുമ്പോൾ നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യും. ചായ കുടിക്കുമ്പോൾ ഒരു ചായ വാങ്ങിക്കുമ്പം അതിന് 2 റിയാൽ. അപ്പോൾ 2 റിയാൽ വെച്ചാൽ 20 രൂപ ചായ. ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ചായ ചിലപ്പോൾ 1 രൂപ, 2 രൂപ, 3 രൂപ എത്രയേ ഉള്ളൂ. അപ്പോൾ എന്ത് തൊട്ടാലും നമുക്കൊരു പേടിയാണ്, അല്ല കാശ് ചിലവാലോ, ഭയങ്കരമായ കാശ് ചിലവാകും. അപ്പോൾ ഒന്ന് കാശിൻ്റെ പ്രശ്നം, അതായത് ഇങ്ങനെ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിൽ 16 റിയാലിന് ചിലവ്. പിന്നെ നല്ലൊരു സമയം എടുക്കുന്നത്, അതായത് പിന്നെ ബസ് കാത്ത് നിൽക്കണം ചിലപ്പം. പിന്നെ ബസ് കിട്ടിയാൽ തന്നെയും കയറിയിരുന്ന് കുറേ നേരം പിടിക്കും. ഒരു ബസ് കയറി, 2 ബസ് കയറി അവിടെ എത്താൻ, ഇതേ 4 times a day. അപ്പോൾ അതൊരു തലവേദനയായി. അപ്പോൾ ഞാൻ മൻസൂറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ മൻസൂറിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. മൻസൂറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ഒരു തലവേദനയാണ്, ഇതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ മൻസൂർ എന്നെ സജസ്റ്റ് ചെയ്ത്, ഒരു കാര്യം അവിടെ നിങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു മെസ്സ് റൂം ഉണ്ടാകുന്ന അന്വേഷിക്കണം. ഈ മെസ്സ് റൂം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത് ഈ മെസ്സ് റൂം. കാരണം നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ മെസ്സ് റൂം എന്താണെന്നുള്ളത്. അപ്പം ഞാൻ ചെറിയ പ്രായക്കാരനാണ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നമ്മുടെ എങ്ങനെയോ 1-2 മലയാളികളെ പരിചയപ്പെട്ടെന്ന് തോന്നി. ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു തന്നത്, ഇവിടെ അടുത്ത് തന്നെ ഒരു ബക്ഷ് ഹോസ്പിറ്റലുണ്ട്. ഷറഫിയ ഏരിയയാണ്. ഡോക്ടർ ബക്ഷ് ഹോസ്പിറ്റൽ, ഒരു ചെറിയൊരു ഹോസ്പിറ്റലുണ്ട്. വലിയ ഹോസ്പിറ്റലാണ്. അതിൻ്റെ അടുത്തായിട്ട് ഒരു മലപ്പുറത്ത് നിന്നുള്ള കുറച്ച് ആൾക്കാർ അവിടെ ഒരു മെസ് റൂം നടത്തുന്നുണ്ട്. ഹസാൻക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹസാൻക നമ്മൾ വിളിക്കും. അപ്പം മീൻ കച്ചവടമായിരുന്നു ഹസാൻകാക്ക്. അപ്പോൾ ഹസാൻകയുടെ മെസ് റൂമുണ്ട്, അവിടെ ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഹസാൻക പറഞ്ഞ ആ സ്ഥലമുണ്ട്, വെൽക്കം, അതായത് വന്നോ, കുഴപ്പമില്ല, ഇവിടെ സ്ഥലമുണ്ട്. അപ്പം രസമെന്ന് വെച്ചാൽ ആ മെസ് റൂമിൽ ഒരു 4-5 റൂമുണ്ടായിരുന്നു. ഒരു വീടാണ്. ഒരു വീടിൽ അവർ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട്, മിക്കവാറും എല്ലാവരും മലപ്പുറം ആ ഭാഗത്തുള്ള ആൾക്കാരാണ്, നിലമ്പൂർ ഇത് ആ ഭാഗത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഒരു വീടെടുത്ത് ആ വീട്ടിൽ 4-5 റൂമുണ്ട്. ആ റൂമിൽ ഓരോ റൂമിലും 4 കട്ടിൽ, ചില റൂമിൽ 3 കട്ടിൽ, റൂമിൻ്റെ സൈസ് അനുസരിച്ച്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ കട്ടിലുണ്ട്. ഓക്കെ, ആ കട്ടിൽ നമ്മൾ വാങ്ങിക്കണോ അല്ലാതെ അവിടെ നിന്ന് പ്രൊവൈഡർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ ഒരു റൂമിൽ 3-4 ആൾക്കാർ. അതേപോലെ തന്നെ അവർ കുക്കിനെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുക്കിനെയും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കുക്ക് നമുക്ക് രാവിലത്തെ ഭക്ഷണം വെക്കും, പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം, രാത്രിത്തെ ഭക്ഷണം, അതായത് ഭക്ഷണമൊക്കെ റെഡിയാണ്. പക്ഷേ രസകരമായ സംബന്ധിച്ചാൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് താമസവും ഭക്ഷണവും എല്ലാം കൂട്ടിയിട്ട് 200 റിയാൽ മാസം. അത് വളരെ 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 ചീപ്പാണ്. അതായത് 200 റിയാലിന് ഒരു മാസം മൊത്തം അവിടെ തങ്ങാം, ഭക്ഷണവും എല്ലാം കൂടെ കൂട്ടിയിട്ട്. ഇത് ഞാൻ 91 കാര്യമാണ്, ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഹസാൻകയുടെ കൂടെ ഞാൻ ആ മെസ് റൂമിൽ കയറി. അപ്പം അവിടെ ആ മെസ് റൂം യഥാർത്ഥത്തിൽ എനിക്ക് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. ഓഫീസിൽ നിന്ന് നടന്നെത്താൻ പറ്റും, തിരിച്ചു പോകാൻ പറ്റും. കാശ് ചിലവില്ല, ബസ്സിന് കാശ് ചിലവില്ല, സമയം ചിലവില്ല, എല്ലാം വളരെ അടുത്തടുത്തായി. അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങി. അവിടെ പിന്നെ മാഷാ അല്ലാഹ് വളരെ നല്ല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനും അവരുടെ കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ആൾക്കാരും കച്ചവടക്കാരാണ്, ചില ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഒരു നിലമ്പൂരുകാരൻ, ഒരു മൊമാലിയാക്ക, നമ്മുടെ ഒരു വളരെ അടുത്ത് ബന്ധമായി. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഓൾറെഡി എനിക്കൊന്ന് 45-50 വയസ്സ് പ്രായമുണ്ടാവും. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഹീ ബിക്കെയിം മൈ മെൻറ്റോർ. അതായത് എൻ്റെ നല്ലൊരു പ്രായമുള്ള ആളാണ്. എനിക്ക് എന്തെങ്കിലും ഇരുന്ന് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഫാമിലി ഒന്നും ഇല്ലല്ലോ ഇവിടെ. ജ്യേഷ്ഠനില്ല, അനിയനില്ല, വാപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ല. നമ്മൾ തനിച്ചാണ്. ഇതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്, ഈ മെസ് റൂമിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധമായി. പിന്നെ മൊമാലിയാക്ക എൻ്റെ ഒരു മെൻറ്റർ പോലെയായി. എനിക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഉപദേശം തരാനോ സംസാരിക്കാനോ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്ത് ആ സമയം വളരെയധികം എൻജോയ് ചെയ്തു. അൽഹംദുലില്ലാ. ഭക്ഷണമൊക്കെ നമ്മൾ ഒരുമിച്ച് കഴിക്കും.
അങ്ങനെ മോമാലിയക്കാട് റൂമിലാണ് ഞാനുണ്ടായിരുന്നത്. അങ്ങനെ ആ സമയം അവിടെ കഴിഞ്ഞു പോയി. ഇതിനിടയിൽ നമ്മുടെ ഉമർ, നമ്മുടെ ഈ കഫീൽ സ്പോൺസർ, ഇദ്ദേഹമായിട്ടും ഞാൻ നല്ല ബന്ധത്തിലാണ്, നമ്മുടെ ബോസാണ്. ശമ്പളം സമയത്ത് എല്ലാ മാസവും എക്സാക്ട്ലി 1-ാം തീയതിയോ 31-ാം തീയതിയോ ശമ്പളം തരും. അൽഹംദുലില്ലാഹ് എല്ലാം നന്നായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം വേറൊരു ഫണ്ണി സ്റ്റോറി, ഉമർ എൻ്റെ അടുത്ത് ചോദിച്ച് മദീനയ്ക്ക് മദീന പോവാണ്, ഞാൻ വരുന്നുണ്ടോ? അപ്പം ഞാൻ അവിടെ സൗദി അറേബ്യ എത്തിയിട്ട് മദീനയിൽ പോയിട്ടില്ല. ഓക്കെ, അപ്പം മദീനയിൽ പോകാനായിട്ട് ആദ്യമായിട്ട് ഉമറിൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്തു. അപ്പോൾ ഉമറിൻ്റെ വണ്ടി ഒരു കൊറോള എന്ന് പറയും, ടൊയോട്ട കൊറോള വണ്ടിയാണ്, ചെറിയ വണ്ടിയാണ് ഉമർ ഓടിക്കുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം എനിക്ക് ഓർമ്മയുള്ളൊരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു കാര്യം ഓർമ്മയുള്ളത്, ഞാൻ ഉമറിൻ്റെ വണ്ടി കയറി എവിടെയോ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉമറിൻ്റെ വണ്ടിയുടെ കതക് ഞാൻ നന്നായിട്ട് വലിച്ചങ്ങ് അടച്ചു, അതായത് നല്ല ഒച്ചത്തിൽ വലിച്ചടച്ച്. അപ്പോൾ ഉമർ വണ്ടി ഇറങ്ങിയിട്ട് എൻ്റെ മുഖത്ത് വളരെ ആശ്ചര്യത്തോടെ നോക്കി, ഒരല്പം ദേഷ്യവും അതേപോലെ തന്നെ ഒരല്പം ഹാസ്യത്തോടു കൂടി, ഇത് അംബാസഡർ കാറല്ല കേട്ടോ. അതെ, എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് അംബാസഡർ കാറല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം നമ്മുടെ നാട്ടിലെ അംബാസഡർ കാർ. അപ്പോൾ ഈ സമയത്ത് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഫിയറ്റും അംബാസഡറൊക്കെയാണ് കൂടുതലുള്ളത്. അപ്പോൾ അവിടുത്തെ അംബാസഡർ കാർ നമ്മളെപ്പോഴും കഥ കടക്കുമ്പോഴത്തേക്ക് വലിച്ചൊരടയാണ്, അതായത് അപ്പം ഈ ബുക്കിനകത്ത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉമറിൻ്റെ കാറിന് ഒരു പക്ഷേ തോന്നിക്കാണും, അതായത് എന്തൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നിക്കാണും എന്ന് ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സംഭവം ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഉമർ പറഞ്ഞത് ദിസ് ഈസ് നോട്ട് അംബാസഡർ കാർ. ആ ദേഷ്യവും അതേപോലെ തന്നെ മുഖത്തൊരു ആശ്ചര്യവും ദേഷ്യവും തമാശയും എല്ലാം കൂടെ കൂടിയിട്ട് അൽഹംദുലില്ലാഹ് അങ്ങനെ ഞങ്ങൾ മദീനയിൽ പോയി. ആദ്യമായിട്ടാണ് മദീനയിൽ പോകുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖ്ബറ അവിടെയുണ്ട്. അവിടെ പോയി നിസ്കരിക്കാൻ സാധിച്ചതിലും സിയാറത്ത് ചെയ്യാൻ സാധിച്ചതിലും പിന്നെ അൽഹംദുലില്ലാഹ് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഉമറിൻ്റെ കൂടെ ഫസ്റ്റ് ട്രിപ്പ് മദീനയിൽ പോകുന്ന ഉമറിൻ്റെ കൂടെയാണ്. ഇതേപോലെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് മക്കയിൽ ഉംറയ്ക്ക് കൊണ്ടുപോകുന്നത് മൻസൂറാണ്. മൻസൂറിൻ്റെ വേറെ 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ആരാന്ന്. മൻസൂറാണ് എന്നെ ഉംറയ്ക്ക് കൊണ്ടുപോയത്. ഉംറയ്ക്ക് പോകുന്നത് വേറൊരു പ്രൊസീജിയറാണ്. അതൊക്കെ വളരെ രസകരമായിരുന്നു, വളരെ എൻജോയ് ചെയ്ത സമയമാണ് അവിടെ ഉണ്ടായ സമയം. നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ജിദ്ദയിൽ ഒരു സ്ഥലമുണ്ട്, ബാബ് മക്ക എന്ന് പറയും. ബാബ് മക്ക എന്ന് പറഞ്ഞാൽ ഡോർ ടു മക്ക എന്നാണ്, മക്കയുടെ കതക്. അവിടെ നിന്നാണ് ആൾക്കാരെയൊക്കെ അവരുടെയൊക്കെ വീസയും പെർമിറ്റും ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ ബാബ് മക്കയിൽ ഒരു സ്ഥലത്ത് പോകണം. അവിടെ ഞങ്ങൾ യൂഷ്വലി ടാക്സിയിൽ അവിടെ എത്തും. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ടാക്സി സ്റ്റാൻഡുണ്ട്. മക്കയിലേക്ക് പോകുന്ന വണ്ടികളുടെ ഒരു മഞ്ഞ ടാക്സിയാണ്, ഒരു ടാക്സി സ്റ്റാൻഡുണ്ട്. മഞ്ഞ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ടാക്സി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയാൽ ലൈനിൽ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഓരോ വണ്ടി ഫില്ലാകുമ്പോഴത്തേക്ക് അത് ഫുള്ളാകുമ്പോഴത്തേക്ക് ആ വണ്ടി പോകും, അടുത്ത വണ്ടി മുമ്പോട്ട് വരും, നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്നൊക്കെ ആ ഇക്കാമ എന്ന് പറയുന്ന ID മറ്റേ ആ ഡ്രൈവർ എല്ലാം കളക്ട് ചെയ്യും. 4-5 ആൾക്കാർ 7 ആൾക്കാരുണ്ടെങ്കിൽ 7 കളക്ട് ചെയ്യും. വണ്ടി വലുതും ചെറുതൊക്കെ വലിയ വണ്ടിയുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് ഇക്കാമ കളക്ട് ചെയ്തിട്ട് അയാൾ കൊണ്ടുപോയി അവിടെ പോലീസുകാരിരിക്കുന്ന റൂമുണ്ട്, അവിടെ കൊണ്ടുപോയി അവർക്ക് സബ്മിറ്റ് ചെയ്ത് അവരെന്തൊക്കെ എൻട്രി ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ ഇക്കാമ തിരിച്ചു തരും. അങ്ങനെ വണ്ടിയിൽ കയറി പിന്നെ മക്കയിൽ അവിടെ നിന്ന് ബാബ് മക്കയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കും മക്കയിൽ. ആ സമയത്ത് ആ പള്ളി, മക്കയുടെ വലിയ പള്ളി ഹറം എന്ന് പറയുന്ന പള്ളിയുടെ വാതിക്കൽ കൊണ്ടുപോയി നിർത്തും. നമ്മൾ അതിൻ്റെ വാതിക്കൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അത്രക്കൊന്നും തിരക്കൊന്നും ആ സമയത്തില്ല. ആ സമയത്ത് ഇപ്പോൾ കാണുന്ന മറ്റേ വലിയ ആ ക്ലോക്ക് ടവർ, അതേപോലെ തന്നെ ഇപ്പം അവിടെ ചുറ്റുഭാഗത്തും വലിയ വലിയ ഹോട്ടലുകൾ, ഇതൊന്നും അവിടെ ഇല്ല. ആ സമയത്ത് ചുറ്റുഭാഗത്തും ഉള്ള ചെറിയ ചെറിയ കടകളാണ്. അതൊക്കെ വളരെ രസകരമായ സമയമായിരുന്നു. അതൊക്കെ പോയി. അങ്ങനെ അവിടെ കൊണ്ട് ഇറക്കുമായിരുന്നു. അങ്ങനെ മൻസൂറിൻ്റെ കൂടെ ആദ്യമായിട്ട് ഉംറ ചെയ്യാൻ പോയി. മക്ക പള്ളിക്കകത്ത് കയറി കാബ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു അനുഭവം. കാര്യം ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 24 മറ്റോ പ്രായമുണ്ട്.
നമ്മൾ അത്രയും വർഷം നിസ്കരിക്കുന്നത് കാബയിലോട്ട് തിരിഞ്ഞ് ആ ഡയറക്ഷനാണ് നിസ്കരിക്കുന്നത്. പക്ഷേ നമ്മൾ കാബ കണ്ടിട്ടില്ല. എന്നിട്ട് അവിടെ പോയി കാബ ആദ്യമായിട്ട് കാണുമ്പം അതിൻ്റെ ഒരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം സന്തോഷകരമായൊരു സംഗതിയാണ് കാബ കാണുക. അതുമാത്രമല്ല, എപ്പോൾ പോയാലും ഏത് സമയത്ത് പോയാലും ആൾക്കാർ തവാഫ് എപ്പോഴും അതിൻ്റെ ചുറ്റിനും തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വലിയ എന്താ പറയുക, സന്തോഷകരമായ, അതേപോലെ തന്നെ മിസ് ചെയ്യുന്ന ഒരു വലിയ അനുഭവങ്ങളാണ് മക്ക മദീന ട്രിപ്സ്. അൽഹംദുലില്ലാ അങ്ങനെ ഉമറുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ കൂടാതെ മൻസൂറിൻ്റെ അവിടെ നിന്ന് മാറി ഞാൻ മെസ്റൂമിലെത്തി. അപ്പോൾ മെസ്റൂമിലെത്തുമ്പോൾ വേറൊരു കാര്യം, ഞാൻ ഈ ബക്ഷ് ഹോസ്പിറ്റലിൻ്റെ വാതിൽക്ക് കൂടെയാണ് നടന്നു പോവുക. അതായത് എൻ്റെ ഓഫീസിൽ നിന്ന് നടന്ന് ഇവിടെ മെസ്റൂമിലെത്തുമ്പോൾ അതിനിടയിൽ നടുവിൽ തന്നെ, ഏകദേശം ഒത്ത നടുവിൽ ബക്ഷ് ഹോസ്പിറ്റലുണ്ട്. ഈ ബക്ഷ് എന്ന് പറയുന്ന ആൾ കേട്ടിട്ടുള്ളത് ഇദ്ദേഹം പഴയ കാശ്മീർകാരനാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടില്ല, അയാൾ ആ സമയത്തും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഡോക്ടർ ബക്ഷ് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. വലിയ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അങ്ങനെ ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ കൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. നടന്ന് അവിടെ പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഞാൻ 1-2 മലയാളികളെ അവിടെ കാണുമായിരുന്നു. നമ്മുടെ ഒരു ഷാജഹാൻ, പിന്നെ അബ്ദുൾ റസാഖ്, ഈ 2 പേരെയും ഞാൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. ഇവർ 2 പേരും ആ ഹോസ്പിറ്റലിലെ മറ്റേ ഫാർമസിക്കകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. 2 പേരും ഫാർമസിസ്റ്റാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഇത് 1991 ഇന്നും അവരുമായിട്ട് ഷാജഹാനായിട്ടും അബ്ദുൾ റസാഖായിട്ടും അതുപോലെ തന്നെ ഡോക്ടർ നജീബിനെ പരിചയപ്പെട്ട് നമ്മുടെ ഷാജഹാൻ്റെ അടുത്ത ബന്ധുവാണ്. അപ്പോൾ ഇവരെ ഞാനിപ്പം ജിദ്ദയിൽ എപ്പോൾ പോയാലും കാണാറുണ്ട്. അവരവിടെ തന്നെ ഉണ്ട്, ജിദ്ദയിലുണ്ട്. പക്ഷേ അവരുടെ സ്വന്തം ക്ലിനിക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അൽഹംദുലില്ലാ പോകുന്നു. അപ്പം ഷാജഹാനെയും അബ്ദുൾ റസാഖിനെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ആ ഏരിയ നമ്മുടെ ഏരിയ ആയി. ആ ഏരിയയിലാണ് അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, വലിയൊരു പള്ളിയുണ്ട്. ആ പള്ളിയോട് ചേർന്നൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു. ഈ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന ബേക്ക് ചെയ്യുന്ന ഈ ഖുബ്സും റൊട്ടിയൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂടെ ആ മെസ് റൂമിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയാൻ കാരണം, ഈ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്ന കക്ഷി, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഹംസ ആണോ എന്തോ. അങ്ങനെ അദ്ദേഹം വഴിയാണ് ഞാൻ ഷാജി തടാലിൽ നായറിനെ പരിചയപ്പെടുന്നത്. കാരണം ഷാജിക്ക് ഇയാളെ അറിയായിരുന്നു. ഇയാൾ എന്നെക്കുറിച്ച് ഷാജി എടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാനും ഷാജിയായിട്ട് പിന്നെ പരിചയപ്പെട്ടു. അതുവഴിയാണ് പിന്നെ ഷാജി എനിക്ക് അത് ഞാൻ ഇൻഷാല്ലാ എക്സ്പ്ലെയിൻ ചെയ്യാം. ഷാജിയെ ഞാൻ പരിചയപ്പെട്ടു. ഷാജി കമ്പ്യൂട്ടറിൻ്റെ ആളാണ്. അങ്ങനെ ആ കമ്പനിയിൽ ഏകദേശം ഞാൻ 10 മാസം വർക്ക് ചെയ്തു. 2 വർഷത്തെ കോൺട്രാക്റ്റാണ്. 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് നാട്ടിൽ വെക്കേഷന് പോകാം. 1 മാസമോ 2 മാസം എന്താ വെക്കേഷന് പോകാം. അങ്ങനെയാണ് കോൺട്രാക്റ്റ്. അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് 10 മാസമായി. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. ആ സമയത്ത് എനിക്ക് നാട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. എൻ്റെ ജ്യേഷ്ഠൻ ആലപ്പുഴയിലുള്ള താഹിർ, ആലപ്പുഴയിൽ ഇപ്പോഴും ഉണ്ട്, ജ്യേഷ്ഠൻ്റെ കോൾ വന്ന്, അതായത് എൻ്റെ മദറിന് ബ്രസ്റ്റ് ക്യാൻസറായി എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അതായത് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വന്നത്, എനിക്ക് എഴുത്താണ് വന്നത്, ലെറ്ററല്ല, എഴുത്താണ് വന്നത്. എനിക്ക് ഓർമ്മയില്ല എഴുത്തോ ഫോണോ. അങ്ങനെ അത് കേട്ടപ്പം, ആ ലെറ്റർ കിട്ടിയപ്പോഴോ ഫോൺ കേട്ടപ്പോഴോ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയിപ്പോയി. ഓക്കെ. പിന്നെ അപ്പോൾ നമ്മുടെ ഉമ്മയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല 10 മാസമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണം, വീട്ടിലെ എക്സ്പെൻസസൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യണം. അൽഹംദുലില്ലാ അതെല്ലാം ചെയ്യാൻ സാധിച്ചു. ഇവിടെ വന്ന ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ ബെറ്ററായി. അങ്ങനെ ബെറ്ററായി ഓടിക്കൊണ്ട് തുടങ്ങി എല്ലാം ഇങ്ങനെ ശരിയായി വരുന്ന സമയത്താണ് ഈ മദറിന് ക്യാൻസർ ആണെന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. പിന്നെ എനിക്ക് ഓഫീസിൽ അന്ന് തന്നെ ഞാൻ കേട്ടപ്പോൾ തന്നെ ഞാൻ ഉടനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയി. ഞാൻ അവിടെ പോയി, നല്ല ഓർമ്മയുണ്ട്, എൻ്റെ റൂമിൽ കട്ടിലിൽ കുറേ നേരം ഇരുന്ന് കരഞ്ഞ്. കാര്യം ഇതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസായിരുന്നു. അത് ഓൾ ഓഫ് എ സഡൻ. കാരണം ക്യാൻസർ എന്ന് പറയുന്ന സംഗതി വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടാവാം,
അന്നത്തെ കാര്യം ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിലും ക്യാൻസർ ഈസ് ക്യാൻസർ. അപ്പോൾ അങ്ങനെ ഉമ്മാക്ക് ക്യാൻസർ വന്ന് കേട്ടപ്പോൾ വളരെയധികം വിഷമിച്ചു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയില്ല, 2 ദിവസം പോയില്ല, ജോലിക്ക് പോയില്ല. ഞാൻ എന്തോ എനിക്ക് വർക്ക് ചെയ്യാൻ പിന്നെ മൂഡില്ലാതായിപ്പോയി. അങ്ങനെ ഞാൻ ഒമറിനെ വിളിച്ച് ഞാൻ പറഞ്ഞ്, ഒമർ ഇങ്ങനെയാണ് സംഭവം, എനിക്ക് എൻ്റെ മദറിന് ക്യാൻസറാണ്, എനിക്ക് നാട്ടിൽ പോകണം, അപ്പോൾ അതിന് എന്തെങ്കിലും വഴിയുണ്ടാക്കി തരണം, എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒമർ നോക്കിയിട്ട് ഉമർ പറഞ്ഞൊരു കാര്യം ചെയ്, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഇൻഷാല്ലാ നമുക്ക് ഹാൻഡിൽ ചെയ്യാം, വിൽ സി വാട്ട് വി ക്യാൻ ഡു എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ സമാധാനിപ്പിച്ചു. അപ്പോൾ മാഷാല്ലാ ഇദ്ദേഹം വളരെയധികം ഡീസൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, വളരെയധികം എന്താ പറയുക, നല്ല ഒരു ക്യാരക്ടറിൻ്റെ ഉടമയായിരുന്നു ഉമർ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യാം, സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, ഇവിടെ ഈ മെസ് റൂമിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് ഒരു റമദാൻ വന്നപ്പം, റമദാനിന് മുമ്പാണ്, ഞങ്ങൾ ഈ മെസ് റൂം ഇത് പറയാനൊരു കാരണമുണ്ട്. ഓക്കെ, ഈ മെസ് റൂമിലെ ആൾക്കാർ, ഇവർ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് മദീനയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. ജിദ്ദയിൽ നിന്ന് 4 മണിക്കൂറുണ്ട് മദീന. ഓക്കെ, അങ്ങനെ മദീനയിൽ പോകാൻ ഇവർ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഇവരുടെ കൂടി. അങ്ങനെ ഇത് പറയാൻ കാരണം ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടായി, മറക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി. ഓക്കെ, ഞങ്ങൾ ഇവരുടെ വണ്ടി കയറി മദീനയിലെത്തി. മദീന 4 മണിക്കൂർ വണ്ടി ഓടിച്ച് അവിടെ എത്തി. മദീന പള്ളി എത്തിയിട്ടില്ല, മദീന സിറ്റി ഏകദേശം കടക്കാനാകുന്നു. അങ്ങനെ അവിടെ ഒരു സിഗ്നൽ ലൈറ്റിൽ നമ്മൾ വണ്ടി നിർത്തി, അതായത് റെഡ് ലൈറ്റാണ്, അവിടെ വണ്ടി നിർത്തി. അപ്പോൾ നമ്മുടെ അടുത്ത് വലിയൊരു SUV, അതായത് വലിയ ജീപ്പ് ഉണ്ടല്ലോ, വലിയ വണ്ടി, വലിയൊരു 8 പേര് 10 പേര് കയറത്തക്ക രീതിയിലുള്ള വലിയ ഈ സബർബൻ പോലുള്ള വലിയ വാൻ. അവിടെ ഈ സൗദികൾക്ക് വളരെ ഇഷ്ടമുള്ള വണ്ടികളാണ് അമേരിക്കൻ വണ്ടികൾ, വലിയ വണ്ടികൾ, അതായത് അതിനകത്ത് 8 സീറ്റ് 10 സീറ്റൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു വണ്ടി നമ്മുടെ അടുത്തുകൊണ്ട് നിർത്തിയിട്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 2 സൗദികളാണ് ഇരിക്കുന്നത്. 2 പേരെ മുമ്പിൽ കാണാം, ഡ്രൈവർ സൗദി ആണ്, ഓടിക്കുന്ന ആൾ, അടുത്തിരിക്കുന്ന ആളും സൗദിയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ പുറകിലും ആൾക്കാരുണ്ടാവാം. അപ്പം നമ്മൾ ഈ 2 പേരെ കാണുന്നുള്ളൂ. അപ്പം നമ്മുടെ വണ്ടി ഓടിച്ചിരുന്ന കാർ ഓടിച്ചിരുന്ന കക്ഷിയുടെ പേര് നമ്മൾ ചെറിയത് എന്നാണ് വിളിക്കുന്നത്. മൂപ്പരുടെ എക്സാക്ട്ലി പേര് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ നിക് നെയിം ചെറിയതെന്നാണ്. അപ്പോൾ ചെറിയത് വിൻഡോ താഴ്ത്തിയിട്ട് ഇവരുടെ അടുത്ത് ഹോങ്ക് ചെയ്ത് ഇവർ ചോദിച്ച്, അല്ല ഈ പള്ളി നമുക്ക് എങ്ങോട്ടാണ്, എവിടെയാണ് പള്ളി, എങ്ങനെയാണ് എത്തുന്നത്, ഈ വഴി എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത അറബിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇവരൊക്കെ അറബി, ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ അറബി ഫ്ലുവൻ്റാണ്, ഇവരൊക്കെ വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. ചെറിയെന്ന് പറഞ്ഞ ആൾ ബിസിനസ് ചെയ്യുന്ന ആളാണ്, കടകളിലൊക്കെ പോയി സാധനം സപ്ലൈ ചെയ്യുന്ന ആളാണ്, അറബിയൊക്കെ ശരിക്കറിയാം. അപ്പോൾ ഇവർ അറബിയിൽ സംസാരിക്കുകയാണ്. അപ്പം വഴി പറഞ്ഞു കൊടുത്തു, ഇയാൾ വഴി പറഞ്ഞു കൊടുത്തിട്ട് ആ വണ്ടി ഓടിക്കുന്ന സൗദി ഇതിൻ്റെ അടുത്ത് പറയാണ്, വാ നിങ്ങൾ വീട്ടിൽ വാ, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോവാം. അതായത് നമ്മൾ വഴിയിൽ സിഗ്നൽ ലൈറ്റിൽ വഴി ചോദിക്കാനായിട്ട് നമ്മൾ ഇവരുടെ അടുത്ത് ചോദിച്ചതാണ്. ഈ വഴി പറഞ്ഞു തന്നിട്ട് അയാൾ പറയുന്നത്, നിങ്ങൾ വാ, വീട്ടിൽ വന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പള്ളിയിൽ പോകാം. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറ്റി എന്ന് പറയുന്ന മദീന, ആ മദീനയ്ക്ക് വളരെ വലിയ പ്രാധാന്യതയുണ്ട്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഈ ക്യാരക്ടർ എന്ന് പറയുന്ന സംഗതി വളരെ വലിയൊരു സംഭവമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ ക്യാരക്ടറിൻ്റെ അതായത് അതിൻ്റെ കംപ്ലീഷൻ, അതിൻ്റെ ബെസ്റ്റ് കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടി അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് ക്യാരക്ടറിൻ്റെ കംപ്ലീഷൻ, അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് വേണ്ടിയാണ് ഞാൻ അയച്ചത്. ആ ഇഫക്റ്റ് ഇന്നും മദീനയിലെ ആൾക്കാരിലും കാണാം. അതായത് അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ഡീലിങ്സിൽ, അവരുടെ ആതിഥേയ മര്യാദ, അത് ഒന്ന് ആലോചിച്ച് നോക്കണം. വഴിയിൽ നിൽക്കുന്ന സ്ട്രേഞ്ചേഴ്സിനാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ വിളിക്കുന്നത്. അതൊരു സംഭവം എനിക്ക് ഇതുവരെ മറക്കാൻ സാധിച്ചിട്ടില്ല, അൽഹംദുലില്ലാഹ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഈ ലെറ്റർ വന്നപ്പം ഉമറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉമർ ഇങ്ങനെ എനിക്ക് നാട്ടിൽ പോകണം. ഉമർ പറഞ്ഞു കുഴപ്പമില്ല, ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഓഫീസിൽ പിന്നെയും പോയില്ല.
മൂന്നാമത്തെ ദിവസം മറ്റോ രാവിലെ ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പം എൻ്റെ ഒരു നമ്മുടെ മെസ്സിൽ വർക്ക് ചെയ്യുന്ന ആ മെസ് റൂമിലെ കുക്കാണെന്ന് തോന്നുന്നു. കുക്ക് വന്ന് പറഞ്ഞ് ഒരു സൗദി പുറത്ത് വന്ന് നിൽപ്പുണ്ട്, നിങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞ്. ഇതൊരു വീടാണ്, ഗേറ്റും മതിലും ഒക്കെ ഉള്ളൊരു വീടാണ്. അപ്പോൾ ഗേറ്റിൽ വന്ന് നോക്ക് ചെയ്തിട്ടുണ്ടാവും, ഇയാൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ റൂമിലാണ്, ഞാൻ അറിയുന്നില്ല, ഇവിടെ ആൾ പുറത്ത് വന്നിട്ടുള്ള ഞാൻ അറിയുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സൗദി വന്നിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിച്ചേർന്ന് പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഒമറാണ്. അപ്പോൾ ഉമർ പറഞ്ഞു, വാ നമുക്കിന്ന് ഓഫീസിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ഒമർ ഒരു ചെറിയ പൊക്കം കുറഞ്ഞ മെലിഞ്ഞ് ഒരാളാണ്, വളരെ നല്ലൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി ഉമറിൻ്റെ കൂടെ വണ്ടി കയറി ഞാൻ ഓഫീസിലെത്തി. ഓഫീസിൽ കയറി അവിടെ ഇരുന്ന് ഉമർ കുറച്ച് നേരം സംസാരിച്ചിട്ട് എനിക്ക് നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു. ടിക്കറ്റ് റെഡിയാക്കി, ടിക്കറ്റ് ഓൾറെഡി മൂപ്പര് കൊണ്ടു വെച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ തന്ന് എനിക്ക് ഒരു മാസത്തെ സാലറിയും എൻ്റെ കയ്യിൽ തന്നു. ചെക്കോ ക്യാഷോ എൻ്റെ കയ്യിൽ അതും തന്നു. അതായത് എനിക്ക് ആക്ച്വലി എൻ്റെ കോൺട്രാക്റ്റ് 2 വർഷത്തിലാണ് നാട്ടിൽ പോകേണ്ടത്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ യഥാർത്ഥത്തിൽ പറയാമായിരുന്നു, അതായത് ഇപ്പോൾ പോകാൻ പറ്റില്ല, നിൻ്റെ കോൺട്രാക്റ്റ് സമയമായിട്ടില്ല, 2 വർഷം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. കാര്യം ഇതിപ്പം 10 മാസത്തിൽ തന്നെ അയക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടമാണ്. ഇത്രയും പണി എടുപ്പിക്കാതെ എനിക്ക് എൻ്റെ സൗകര്യം പോലെ എനിക്ക് ടിക്കറ്റ് തരിക, ഇതൊക്കെ അവർക്ക് നഷ്ടമാണ്. പക്ഷേ മൂപ്പർ അതൊന്നും നോക്കാതെ എനിക്ക് 1 മാസം സാലറി എൻ്റെ കൈ പിടിപ്പിച്ചു, പിന്നെ ടിക്കറ്റും തന്ന്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാനത് വാങ്ങിച്ച് മൂപ്പരെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം മറ്റേ ഫ്ലൈറ്റായിരുന്നു, ഞാൻ നാട്ടിൽ എത്തിയപ്പോൾ അവിടെ ആ സമയത്ത് എൻ്റെ ഉമ്മ ഓൾറെഡി ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ജ്യേഷ്ഠൻ താഹിർ ആയിട്ട് അവിടെ ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു കസിൻ, എൻ്റെ മൂത്തുമാടെ മകൻ ഡോക്ടർ അമീൻ സേട്ടിൻ്റെ വീട്ടിൽ തിരുമല അല്ല, എനിക്ക് സ്ഥലത്ത് ഓർമ്മ വരുന്നില്ല. എനിവേ ട്രിവാൻഡ്രത്ത് ഒരു വീട്ടിൽ ഡോക്ടർ അമീൻ സേട്ടിൻ്റെ വീട്ടിൽ ഓൾറെഡി അവരവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു റൂമിൽ തങ്ങുന്നു, നമ്മുടെ കസിൻ്റെ വീട്ടിൽ. അപ്പം ഞാൻ അവിടെയാണ് എത്തുന്നത്. അപ്പം ഈ അമീൻ സേട്ടും ഭാര്യയും ഭാവിയും നമ്മൾ പറയും, അവർ വളരെയധികം നമ്മുടെ ഉമ്മാനെ കാര്യമായിട്ട് നോക്കി, ഞങ്ങളെല്ലാവരും നോക്കി. കാര്യം ഞങ്ങൾ വളരെയധികം ഒരു ആവശ്യമുള്ള ഹെൽപ്പ് ആവശ്യമുള്ള ഒരു സന്ദർഭമായിപ്പോയി അവിടെ. കാര്യം ഹോസ്പിറ്റലിൽ പോകണം, എവറി ഡേ ഈ കീമോതെറാപ്പിയൊക്കെ ചെയ്യണമെങ്കിൽ ദിവസവും ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ആലപ്പുഴയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും ഇവിടെ തിരുവനന്തപുരത്ത് തങ്ങാതെ നടക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ തങ്ങി. അപ്പം ഞാനും അവരുടെ കൂടെ അവിടെ എത്തി, ഉമ്മയുടെ കൂടെ ഞാനും അവിടെ ജോയിൻ ചെയ്ത്. പിന്നെ കുറച്ച് ദിവസം ഞാനും ഒക്കെ ഹോസ്പിറ്റലിൽ പോയി കാണും. പിന്നെ ആ ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആലപ്പുഴയിലോട്ട് അയച്ചു. ഞങ്ങൾ ആലപ്പുഴയിൽ പോയി. അങ്ങനെ ആലപ്പുഴയിൽ പോയപ്പോൾ ഞാൻ ഇതിന് മുമ്പ്, അതായത് ഞാൻ REC കാലിക്കറ്റിൽ പഠിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഇയറോ മറ്റോ ആണ്, ഞാൻ ഒരു കല്യാണം ഉറപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ചെറിയൊരു വിവരണം ഞാൻ തരാം ഇൻഷാ അല്ലാഹ്. അത് ഒരു രസമുള്ള സംഭവമാണ്. ഞാൻ ഇത് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാം, പിന്നെ തിരിച്ച് എന്നെ ആലപ്പുഴയായിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, REC കാലിക്കറ്റ് പഠിക്കുന്ന സമയത്ത്, എൻ്റെ ഒരു കസിൻ, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ജൗളിക്കട നടത്തുന്നുണ്ട് കൊല്ലത്ത്. മേടേമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജൗളിക്കട നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കസിൻ, ഞാൻ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിലാണ്, എല്ലാവരുടെയും വീട്ടിൽ പോകും, അവിടെ ഇപ്പോൾ തങ്ങും. ഞാൻ എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അങ്ങനെ ഈ കസിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും, സമയം കിട്ടിയാലൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം എന്തോ RECന്ന് വെക്കേഷനായിട്ട് വന്നപ്പം ഈ കസിൻ്റെ അടുത്ത് പോയി, കൊല്ലത്ത് പോയി. ആ കസിനുണ്ട്, ഭാര്യയുണ്ട്, ബാബി എന്ന് നമ്മൾ അവരെയും വിളിക്കുക. ജ്യേഷ്ഠൻ്റെ ഭാര്യയെ എപ്പോഴും ബാബി എന്നാണ് വിളിക്കുക, ഉറുദു സ്പീക്കിംഗ് വേൾഡിൽ. അപ്പം ഈ കസിൻ്റെ വീട്ടിൽ പോകുമ്പം ഈ കസിന് ആ സമയത്തൊരു ലൂണ ഉണ്ട്, ചെറിയ ബൈക്കുണ്ട്, ലൂണ. അതിനകത്ത് പെട്രോള് വളരെ തുച്ഛമായ പെട്രോളേ ആവശ്യമുള്ളൂ. അല്പം പെട്രോൾ അടിച്ചാൽ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഞാൻ അവിടെ പോയാൽ എനിക്ക് ആ വണ്ടി എടുത്ത് ഇങ്ങനെ കറങ്ങുന്നത് കുറച്ചൊരു ഇഷ്ടമുള്ള കാര്യമാണ്. മൂപ്പര് വണ്ടി തരികയും ചെയ്യും. ഇതൊരു ഏകദേശം ഒരു സൈക്കിൾ പോലെയുള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ട് അത്ര വലിയ പിന്നെ ഇന്നത്തെ പോലെ ഈ വലിയ എക്സ്പെൻസീവായിട്ടുള്ള ബൈക്കൊന്നുമല്ല. മൂപ്പര് തരുമായിരുന്നു, ഞാനും അതും എടുത്ത് കറങ്ങി നടക്കുമായിരുന്നു. അങ്ങനെ മാത്രമല്ല, ചിലപ്പം ഈ ഇദ്ദേഹവും എവിടെയെങ്കിലും സാധനം വാങ്ങിക്കാൻ പോകണമെങ്കിലോ പലചരക്കടയിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ബീച്ചിൽ പോകണമെങ്കിലോ എന്നെ അടുത്ത് പറയുമ്പോൾ നമുക്ക് പോവാം. അങ്ങനെ രണ്ടുപേര് ഞങ്ങൾ പോകും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും ഓടിക്കാൻ പറയും. ഞാൻ മുമ്പിൽ ഇരുന്ന് ഓടിക്കും, ഇദ്ദേഹം പുറകെ ഇരിക്കും. ഇദ്ദേഹം മരിച്ചുപോയി വർഷങ്ങളായി. അദ്ദേഹത്തിന് അല്ലാഹു തആല ജന്നത്ത് നസീബാക്കട്ടെ, ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം വളരെയധികം ഞാനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാനും ഈ മിട്ടു അദ്ദ എന്ന് പറയും, ഈ ഡോക്ടർ അമീൻ ചേട്ടൻ്റെ ജ്യേഷ്ഠനാണ്. മിട്ടു അദ്ദയും ഞാനും ഒരു പ്രാവശ്യം ഇങ്ങനെ ബീച്ചിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴി കൊല്ലത്ത് ഞങ്ങൾ ഒരു 5 കല്ല് മൂട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട്. അവിടെ വലിയൊരു ടേണിംഗ് ആണ്. അവിടെ നമ്മൾ ഇങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ മുമ്പിൽ നിന്നൊരു സൈക്കിളിൽ എൻ്റെ പ്രായമുള്ള ഒരു പയ്യൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം പെട്ടെന്ന് എൻ്റെ അടുത്ത് പുറകെ ഇരുന്ന് മിട്ടുതാ പറഞ്ഞ് വണ്ടി നിർത്ത്. അങ്ങനെ വണ്ടി നിർത്തി. ഇദ്ദേഹം സൈക്കിളിൽ വന്ന ആൾ നിർത്തി. അങ്ങനെ എനിക്ക് ഇയാളെ പരിചയമില്ല. അപ്പം മിട്ടു തന്നെ പരിചയമുണ്ട്, അവർ രണ്ടുപേരും അറിയും. അപ്പം എന്നെ പരിചയപ്പെടുത്തി ഇത് താസീം എന്നാണ് പേര്. ഓക്കെ, ഇതിവിടെ താമസിക്കുന്ന ഹാഷിം സേട്ടെന്ന് പറയുന്ന ഒരു ബസ്, നമ്മുടെ ട്രാൻസ്പോർട്ട് KSRTC ബസ്സിൻ്റെ ഇത് ചെക്കറാണ്. അതായത് നമ്മളെ വഴിയിലൊക്കെ പോകുന്ന KSRTC ബസ്സിൻ്റെ ചെക്കറാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇയാളുടെ താസീമിൻ്റെ ഉമ്മയുടെ പേര് ബേബി ജാൻ എന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബേബി ജാൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുമുണ്ട്. എൻ്റെ വാപ്പാടെ ഒരു സെക്കൻഡ് കസിനാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ആ ബേബി ജാൻ ഇതാണോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ അതേ ബേബി ജാൻ. അപ്പോൾ എൻ്റെ വാപ്പാടെ സെക്കൻഡ് കസിൻ്റെ പിന്നെ ഫസ്റ്റ് കസിനാണ്, വാപ്പാടെ ഫസ്റ്റ് കസിനാണ്, മകനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടു, താസീമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് താസീം പറഞ്ഞ് നാളെ രാവിലെ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാൻ മിട്ടുവിൻ്റെ അടുത്തും എൻ്റെ അടുത്തും പറഞ്ഞ് രാവിലെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക നാളെ രാവിലെ. ശരി, ഞങ്ങൾ പറഞ്ഞു ഓക്കെ വരാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാൻ നമ്മുടെ മുസ്ലിം ഫാമിലീസിൽ നമ്മൾ സ്ത്രീകളുമായിട്ട് നമ്മൾ എപ്പോഴും സെപ്പറേഷൻ ഉണ്ടാവും. എസ്പെഷ്യലി ആദ്യമായിട്ട് നമ്മൾ പോകുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഇടപഴകത്തില്ല. അത് മുസ്ലിം ഫാമിലീസിൻ്റെ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്, ഇസ്ലാമിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പം ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ ഞാനും മിട്ടുദയും അവരുടെ വാപ്പാനെ പരിചയപ്പെട്ടു. പിന്നെ ഉമ്മാനെയും കണ്ട് സംസാരിച്ചു. അങ്ങനെ താസീം അവിടെ ഇരിക്കുന്നു. താസീമിൻ്റെ അനിയനെയും കണ്ടു, ജ്യേഷ്ഠനെയും കണ്ടു. അങ്ങനെ അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ കയറി ഇരുന്ന് അവിടെ ഇരിക്കുമ്പോൾ അവരുടെ ടീപ്പോയിൽ, അതായത് കോഫി ടേബിളിൽ ആൽബം കിടപ്പുണ്ട്. അങ്ങനെ ആ ആൽബം ഞാൻ എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ട അതിനകത്ത് ഈ താസീമിൻ്റെ സിസ്റ്ററിൻ്റെ ഫോട്ടോ കണ്ട്. അങ്ങനെ അവിടെ വെച്ച് ആ ഫോട്ടോ കണ്ട് പിന്നെ അവസാനം അൽഹംദുലില്ലാ നിശ്ചയം ഉറപ്പിച്ചു. ഡൽഹിയിൽ അവിടെ REC പഠിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ആ കല്യാണം ഉറപ്പിച്ചു ഞങ്ങൾ. അങ്ങനെ ഈ കല്യാണം ഉറപ്പിച്ചെങ്കിലും ഞാൻ ജിദ്ദയിൽ നിന്ന് ഈ മദറിന് ക്യാൻസറായിട്ട് വന്നിട്ട് ആ സമയത്ത് കല്യാണം ഇപ്പോഴും കഴിച്ചിട്ടില്ല. നിശ്ചയം ഉറപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 4 വർഷം മറ്റോ ആയി. ബൈ ദാറ്റ് ടൈം 4 വർഷമായി. അങ്ങനെ ഞങ്ങൾ ഈ ആലപ്പുഴയിലെത്തി. ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ആലപ്പുഴയെത്തി. അപ്പോൾ എനിക്കിപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ തിരിച്ച് ജിദ്ദയിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുമില്ല. കാരണം ഉമ്മാക്ക് സുഖമില്ല. ആലപ്പുഴയിൽ വീട്ടിലാണ്, ഞാനും വീട്ടിലാണ്. എനിക്ക് പണിയൊന്നുമില്ല, തിരിച്ച് പോകാനുമില്ല. മാത്രമല്ല എൻ്റെ അടുത്ത് കുറച്ച് കാശ് എൻ്റെ അടുത്തുണ്ട്. അവിടെ നിന്ന് വർക്ക് ചെയ്തതും പിന്നെ ഈ ഉമർ തന്ന പൈസയും കുറച്ച് കാശ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന വന്ന് എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ? ഇപ്പം ഇത് നല്ല സമയമാണല്ലോ കല്യാണം കഴിക്കാനും. ഞാൻ ഫ്രീ ആണ്, ചെയ്യാൻ ബെസ്റ്റ് സമയമാണ്. അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കല്യാണം പെട്ടെന്ന് ഉറപ്പിച്ചു. അതായത് തിരിച്ച് പോകേണ്ടി വന്നാലോ എന്നുള്ള ഇതിൽ കല്യാണം പെട്ടെന്ന് ഉറപ്പിച്ചിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കാർഡ് പ്രിൻ്റ് ചെയ്യലും ഒക്കെ ആയി കല്യാണമൊക്കെ ഉറപ്പിച്ചു.
കല്യാണവും അൽഹംദുലില്ലാ കഴിഞ്ഞു. സെപ്റ്റംബർ 12 1992 കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1-2-3 മാസം 1-2 മാസം കഴിഞ്ഞ് കാണും, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. അങ്ങനെ അവിടെ നിന്ന് ജിദ്ദയിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ കിട്ടി, ഒരു ബാഡ് ന്യൂസ് കിട്ടി. ഓക്കെ, അതായത് മൻസൂർ വിളിച്ച് പറഞ്ഞ് ഞാൻ ഒമർ ബയൂനിസിനെ കണ്ട് അവിടെ നിന്ന് വിട വാങ്ങി. ഒമർ എനിക്ക് കാശും തന്ന്, ഒരു മാസത്തെ സാലറിയും ടിക്കറ്റും തന്ന് ഞാൻ അവിടെ നിന്ന് വണ്ടി കയറി ആലപ്പുഴ എത്തി. പിറ്റേ ദിവസം ഒമർ അദ്ദേഹം അവിടെ നിന്ന് ജിദ്ദ എന്ന് റിയാദിൽ പോയി. ഇദ്ദേഹം ബിസിനസ് അതിൻ്റെ ഓഫീസ് സംബന്ധമായ എന്തൊരു കാര്യത്തിൽ റിയാദിൽ പോയതാണ്. അവിടെ പോയിട്ട് മൂപ്പര് ഒരു റെൻ്റ് കാറ് വാടകയ്ക്ക് എടുത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാറ് എവിടെയോ ഇടിച്ച്, ആരുമായിട്ടോ വേറെന്തോ ആക്സിഡൻ്റായിട്ട് ഒമർ പിറ്റേ ദിവസം കോമയിലായിപ്പോയി. ഓക്കെ, മൂപ്പര് കോമയിലായിപ്പോയി, അതായത് പിന്നെ ഓർമ്മയില്ല, പിന്നെ കോമയിലാണ്. അങ്ങനെ മൻസൂർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ വിവരം പറഞ്ഞു. ഓക്കെ, എൻ്റെ സമയം കല്യാണം കഴിഞ്ഞു ഏകദേശം 2-2.5 മാസം കഴിഞ്ഞു. എൻ്റെ വിസ അവിടെ ഈ ഇക്കാമയിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ വെക്കേഷന് പോകുമ്പം ആ വെക്കേഷന് പോയ ഡേറ്റ് മുതൽ 6 മാസം മാത്രമേ ആ കാലാവധിയുള്ളൂ. 6 മാസത്തിനുള്ളിൽ തിരിച്ച് ജിദ്ദയിൽ എത്തിയിരിക്കണം, അതായത് സൗദി അറേബ്യക്കകത്ത് കയറിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഇക്കാമ എക്സ്പയർ ആവും. അപ്പോൾ 15 ദിവസം ബാക്കിയുണ്ട്. ഓക്കെ, എനിക്ക് എൻ്റെ ഇക്കാമ എക്സ്പയർ ചെയ്യാൻ, വിസ എക്സ്പയർ ആകാൻ 15 ദിവസം ബാക്കിയുണ്ട്. ഞാനിവിടെ കല്യാണം കഴിച്ചു. ഓക്കെ, കല്യാണം കഴിച്ച് വൈഫുമായിട്ട് ഇങ്ങനെ ലൈഫ് ഇവിടെ സെറ്റിലായി ഇങ്ങനെ വരികയാണ്. അതിൻ്റെ കൂടെ തന്നെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന കാശ് പെട്ടെന്ന് ഡിപ്ലീറ്റായി. കാശ് കയ്യിലുള്ളത് തീർന്ന് ഏകദേശം കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ ജോലി നോക്കണം, ഇവിടെ ജോലി നോക്കണം. അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ജിദ്ദയിൽ പോകണം. ജിദ്ദയിൽ പോയാൽ അവിടെ ജോലിയില്ല. കാര്യം അവിടെ ഒമർ ബയൂനിസിന് ആക്സിഡൻ്റായി ആ കമ്പനി പൂട്ടാൻ പോകുന്നു നടത്തി. അപ്പോൾ ആ കമ്പനിയിൽ ഒമറാണ്, ഇത് 1 മാൻ ഷോ കമ്പനിയാണ്. ഇതൊരു വലിയൊരു 100-500 ആൾക്കാർ വർക്ക് ചെയ്യുന്ന കമ്പനിയല്ല. അപ്പോൾ ഒമറിന് കോമയിലായിട്ട് കുറച്ച് മാസങ്ങളായി. ബൈ ദാറ്റ് ടൈം 1-2-3 മാസമായി. അപ്പോൾ എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ അവിടെ പോയാൽ ജോലിയില്ല, ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ജോലിയില്ല, ഇവിടെ നിൽക്കാനുള്ള കാശുമില്ല. എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. 15 ദിവസം ബാക്കിയുണ്ട് വിസ എക്സ്പയർ ചെയ്യാൻ. അത് ഞാൻ മൻസൂറിനെ വിളിച്ച് ചോദിച്ച്, മൻസൂർ എന്ത് ചെയ്യണം, എന്താണ് അഭിപ്രായം? അപ്പോൾ ഞാനവിടെ വന്നിട്ട് ജോലിയില്ലല്ലോ, അപ്പോൾ എനിക്ക് പോകാൻ താല്പര്യമില്ല. കാര്യം ഇപ്പോൾ കല്യാണം കഴിച്ചല്ലോ, അതുകൊണ്ട് വൈഫിനെ വിട്ട് പോകാനും എനിക്ക് താല്പര്യമില്ല. അപ്പം മൻസൂർ പറഞ്ഞ്, നീ അവിടെ നിൽക്കല്ലേ, എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാ. ഇവിടെ വന്നിട്ട് ആ വിസ ക്യാൻസലാകാതെ നോക്ക്, ഇവിടെ വന്നിട്ട് നമുക്ക് നോക്കാം എന്ത് ചെയ്യണമെന്ന്, നമുക്ക് ഇവിടെ വന്നിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൻസൂറിൻ്റെ ആ ഉപദേശം ഞാൻ എടുത്ത്, അത് വളരെ നന്നായി, വളരെ നല്ലൊരു ഉപദേശമായിരുന്ന സമയത്ത്. വൈഫിനെ വിട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല പോകാനായിട്ട് കാശില്ല. ഇനിയിപ്പം എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒമർ ബയൂനിച്ച് ടിക്കറ്റ് എടുത്ത് തന്നു, തിരിച്ചു പോകാനുള്ള കാശില്ല. കാര്യം ഉണ്ടായിരുന്ന കാശൊക്കെ കല്യാണം കഴിച്ചു, പിന്നെ 1-2 മാസം താമസിച്ചു, എല്ലാം കൂടെ കാശെല്ലാം കഴിഞ്ഞു. ഇനി പോകാൻ കാശില്ല. അപ്പോൾ ആ സമയത്ത് വൈഫ് സ്വന്തം ജുവലറി, വളകളും കാര്യങ്ങളൊക്കെ ഊരി തന്ന്, ഇതുകൊണ്ട് വിൽക്ക്, കാശ് വാങ്ങിക്ക്, പിന്നെ ടിക്കറ്റ് വാങ്ങിക്ക് എന്ന് പറഞ്ഞ് വൈഫ് എനിക്ക് അങ്ങനെ വലിയൊരു സാക്രിഫൈസ് ചെയ്ത്. എൻ്റെ വൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഇൻഷാ അല്ലാ വേറൊരു സന്ദർഭത്തിൽ പറയാം. വളരെയധികം സാക്രിഫൈസസ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ പുസ്തകത്തിൽ ഞാൻ ഈ ഡെഡിക്കേഷനിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എൻ്റെ വൈഫിന് വേണ്ടിയാണ്. കാര്യം അത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അൽഹംദുലില്ലാ, വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് കൂടെയുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഈ പുരുഷന്മാർ നമ്മുടെ വൈഫിനെ നമ്മൾ ചിലപ്പം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അപ്പം അവിടെ നമുക്ക് പിശക് വരാൻ ചാൻസ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഹജ്ജത്തുൽ വിദായിൽ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നല്ല രീതിയിൽ നോക്കണം. ഓക്കെ,
എന്നിട്ട് ഇംഗ്ലീഷിൽ ഞാനത് വായിച്ചിട്ടുള്ളത് ദേ ആർ യുവർ കമ്മിറ്റഡ് പാർട്ട്നേഴ്സ്. അതായത് നിങ്ങളുടെ വളരെ ഉറ്റ, അതായത് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് അവർ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ അവരെ നന്നായിട്ട് നോക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എനിവേ, അത് ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ ഈ വളയൊക്കെ വിറ്റ് ടിക്കറ്റ് വാങ്ങി ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ ജിദ്ദയിലെത്തിയപ്പോൾ ഞാനൊന്നും അറിയാത്ത പോലെ, അതായത് എനിക്കറിയാം ഉമറിന് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, പിന്നെ കോമയിലാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാനത് അറിയാത്ത പോലെ, അതായത് എൻ്റെ അടുത്ത് ആരും വരണ്ടാന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ഞാൻ അതൊന്നും കണക്കിലെടുക്കാതെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ജിദ്ദയിലെത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകുന്നത് പോലെ അവിടെ പോയി. അവിടെ പോയപ്പോൾ ഞാൻ കാണുന്നത് ഈ പറഞ്ഞ ഹൈദരാബാദി പ്രോഗ്രാമർ, പിന്നെ ആ ഈജിപ്ഷ്യൻ പ്രോഗ്രാമർ, പിന്നെ ആ യമനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന അയാൾ, ഇവരെല്ലാവരും കൂട്ടിയിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്, അത് പെട്ടിക്കകത്താക്കി പാക്ക് ചെയ്യാൻ, സീൽ ചെയ്യണം. എല്ലാം ആക്ച്വലി പാക്കിങ് നടക്കുകയാണ് അവിടെ, എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാൻ കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഫൈസൽ മാനേജറില്ല, നമ്മുടെ ഒമറിൻ്റെ അളിയൻ ഫൈസൽ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ ഫൈസൽ കുറച്ച് നേരം ഞാനും അവിടെ നിന്ന് അവരുടെ ഹെൽപ്പ് ചെയ്ത് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഫൈസൽ കയറി വന്നിട്ട് ആദ്യം എന്നെ കണ്ടപ്പം ദേഷ്യത്തിൽ, നീ എന്തിനാണ് വന്നത്, എന്തിനാണ് നീ വന്നത്, നിനക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ കമ്പനി ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്ത് ചെയ്തെന്ന്, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞോ അല്ല, ഞാൻ മിണ്ടിയില്ലേ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഡിഡ്. അപ്പം ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ ഫൈസൽ തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നമുക്ക് സംസാരിക്കാം, ഓക്കെ വി വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞ് പിന്നെ അത് വിട്ട് ഞാനും അവരെ ഹെൽപ്പ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് എന്താ പറയുക, ഈ പാക്കിങ്ങും ഈ പറഞ്ഞ ഈ തിരക്ക് പിടിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഫൈസൽ എന്നെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫൈസൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, എനിക്ക് വീട്ടിൽ ഐ നീഡ് എ ജോബ്, എനിക്ക് വർക്ക് വേണം. അതിനിടെ വേറൊരു സംഭവം, ഞങ്ങളിവിടെ ഈ പാക്ക് ചെയ്യുന്നതിനിടയിൽ, ഞാനും അവിടെ ചേർന്ന് ഇവരുമായിട്ട് പാക്ക് ചെയ്യുന്നതിനിടയിൽ മുകളിലത്തെ കമ്പനിയുടെ ഒരു മാനേജർ, ഓക്കെ, മുഹമ്മദ് സാമിലി എന്നാണ് പേര്, ലെബനീസ് നാഷണലാണ്, നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാളാണ്, നല്ല ടിപ്പ് ടോപ്പിലുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ പെട്ടിയൊക്കെ പിടിച്ച് അയാൾ മുകളിൽ നിന്ന്, ഞങ്ങളുടെ ഓഫീസ് താഴത്തെ ഫ്ലോറിലാണ്, ഓക്കെ, ഒരു മൂലയിലാണ് താഴത്തെ ഫ്ലോറിൽ. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള ഓഫീസ്, അവിടെയാണ് ഈ സാമിലി വർക്ക് ചെയ്യുന്നത്. ഒരു സ്റ്റീൽ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്, സ്റ്റീലും അതേപോലെ തന്നെ ഈ പൈപ്പ് ഫിറ്റിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ മാനേജറാണ് മുഹമ്മദ് സാമിലി. അപ്പോൾ ഈ മുഹമ്മദ് താഴെ ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഈ പാക്ക് ചെയ്യുന്നത് കണ്ട് മൂപ്പര് ആശ്ചര്യത്തോടെ നമ്മുടെ റൂമിൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറ്റി? അപ്പോൾ ഇയാൾ കണ്ടു കാണും നമ്മുടെ ഈ കമ്പനി കുറേ വർഷങ്ങളായിട്ട് അവിടെ ഓടുന്നുണ്ട്, അവിടെ ബോർഡുണ്ട്, പക്ഷേ ഓൾ ഓഫ് എ സഡൻ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്, അതായത് നിങ്ങളെക്കാലം പാക്ക് ചെയ്യുന്ന അടച്ചുപൂട്ടി പോകാൻ പോകണം, എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് മൂപ്പര് നേരെ സ്റ്റെയർ കേസിൻ്റെ നേരെ മുമ്പിലാണ് നമ്മുടെ നമ്മുടെ ഡോറ്. മൂപ്പര് നേരെ ഇറങ്ങി ഡോറിൽ വന്ന് എന്ത് പറ്റി, എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മുടെ കഫീലിന് ആക്സിഡൻ്റായി, കമ്പനി അടച്ചു പൂട്ടുകയാണ്. ഞാൻ ഈ പറഞ്ഞ അതേ ശ്വാസത്തിൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ജോലിയുണ്ടോ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അടുത്ത് ജോലിയുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ജോലിയുണ്ട്, നാളെ രാവിലെ മോൾ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒറ്റ ശ്വാസത്തിലാണ്, വി ആർ ക്ലോസിങ് അവർ സ്പോൺസർ ഗോട്ട് ആക്സിഡൻറ്റ്, ഹീസ് ഇൻ കോമ, വി ആർ ക്ലോസിങ് ഡൗൺ, ഡു യു ഹാവ് എ ജോബ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ ജോലിയുണ്ട്, വാ നാളെ മോൾ വരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മോളിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് ജോലി ഓഫർ ചെയ്ത്, സാലറി ഓഫർ ചെയ്ത്, എല്ലാം റെഡിയാണ്. അപ്പോൾ ജോലി ഇപ്പം ഓഫർ ചെയ്തെങ്കിലും ജോയിൻ ചെയ്തതിന് മുമ്പ് ഇവിടുത്തെ ഈ കമ്പനിയുടെ വിസയിൽ ഇവരുടെ ഇക്കാമയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഫൈസലിനടുത്ത് ചോദിച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ട്, മുകളിൽ കയറാൻ പറ്റുമോ, നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ കയറാൻ പറ്റുള്ളൂ. ഫൈസൽ പറഞ്ഞു, കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ ജോയിൻ ചെയ്യും, നമുക്ക് പിന്നെ സംസാരിക്കാം, അവിടെ ഇപ്പോൾ തൽക്കാലം വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫൈസൽ എനിക്ക് ഒരു വലിയൊരു മനസ്സിൻ്റെ ഒരു ഇത് കാണിച്ചു, അതായത് ഒരു സ്നേഹവും സാഹോദര്യവും ഹെൽപ്പും കാണിച്ചു. അയാൾക്ക് വേണമെങ്കിൽ എന്നെ പിറ്റേ ദിവസം പറഞ്ഞ് അയക്കാൻ പറ്റുമായിരുന്നു. കാരണം അവിടെ പിന്നെ നമുക്ക് ഇതൊന്നുമില്ല, അതായത് നമുക്ക് വോയിസ് ഇല്ല. നാളെ നാട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നാളെ നാട്ടിൽ പോയേ പറ്റൂ. നമുക്ക് അവിടെ തർക്കിക്കാനോ ഒന്നും. അപ്പോൾ ഫൈസൽ പറഞ്ഞു, നീ വർക്ക് ചെയ്തോ, നമുക്ക് ഇൻഷാല്ലാ സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ ഫൈസൽ പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വരും,
എന്നെ വിളിച്ചു കൊണ്ടുപോകും. കോർണീഷ് എന്ന് പറയുന്ന ബീച്ചിൽ കൊണ്ടുപോയി അവിടെ പോയി ഞങ്ങൾ ഈ ബ്രോസ്റ്റ് ചിക്കനൊക്കെ വാങ്ങിച്ച് അവിടെ പോയി ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. എന്നെ ഒരു സഹോദരനെ പോലെ തന്നെ മൂപ്പര് നോക്കി. ഇത് വളരെ വിരളമായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സൗഭാഗ്യം കിട്ടത്തുള്ളൂ. അങ്ങനെ ഫൈസലുമായിട്ടുള്ള ബന്ധം ഞാൻ വളരെയധികം നല്ല ബന്ധത്തിലായി. ഇത് ഇൻഷാ അല്ലാ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫൈസൽ ഇപ്പോൾ റീസെൻ്റ്ലി എന്ന് പറഞ്ഞൊരു 10 വർഷമായി ഇവിടെ അവരുടെ ഫാമിലിയായിട്ട് അമേരിക്കയിൽ വന്ന്. ഞാനിവിടെ വന്ന ശേഷം ആ ഫൈസലും ഫാമിലിയും, ഫൈസലിന് 5 കുട്ടികളുണ്ട്, 3 കുട്ടികളും വൈഫുമായിട്ട് ഇവിടെ വന്ന് അമേരിക്കയിൽ വന്ന് ഞങ്ങളുടെ കൂടെ തങ്ങി ഇവിടെ കറങ്ങാനൊക്കെ പോയി. പിന്നെ വേറെ 1-2 കാര്യങ്ങൾ മെഡിക്കൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചു, സർജറി സംഭവിച്ചു. അത് ഇൻഷാ അല്ലാ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫൈസലുമായിട്ട് നല്ല ബന്ധമായി. അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ ജോയിനായി. ആ കമ്പനിയിൽ ജോയിൻ ചെയ്ത ശേഷം ഞാൻ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റും വാടകയ്ക്ക് എടുത്തു. കുറച്ചുകൂടെ സാലറി ബെറ്ററായി. അടുത്തിന് ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തു. പിന്നെ അവിടെ ഞാൻ കുറച്ച് ആൾക്കാർക്ക് കമ്പ്യൂട്ടർ ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി. വൺ ഓഫ് ദ കമൻറ്റ്സ് ഈ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കമൻ്റ് അയച്ച്, ഞാൻ അവിടെ പഠിപ്പിച്ച ആൾക്കാരിൽ ഒരു സ്റ്റുഡൻറ്റ് ഒരു കമൻ്റ് അയച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനും എൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരു നൈജീരിയക്കാരനും നിങ്ങളുടെ അടുത്ത് വന്ന് കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് എസ്പെഷ്യലി സലാം അലൈക്കും ശുക്രൻ. അപ്പം അങ്ങനെ അവിടെ ജിദ്ദയിലെ ലൈഫ് അവിടെ എത്തി. ഇൻഷാ അല്ലാ ഇനി ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കഥകളൊക്കെ എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ട് ഞാൻ കുറേ എന്തൊക്കെ ഓർമ്മയുണ്ടോ അതെല്ലാം ഞാൻ ഷെയർ ചെയ്യുകയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ 5-10% അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഐ എം ട്രൈ മൈ ബെസ്റ്റ്, അൽഹംദുലില്ലാ. അപ്പം നിങ്ങൾ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇൻഷാ അല്ലാ അടുത്തത് ഇവിടുന്ന് പിന്നെ അൽസുമാൻ എന്ന് പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്ത കാര്യം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് ഇൻഷാ അല്ലാ സംസാരിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ഈ കമൻറ്റിൽ അറിയിക്കണം ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത്, എന്താണ് വാട്ട് പാർട്ട് ഓഫ് ഇറ്റ്, എന്ത് ആസ്പെക്റ്റാണ് ഇഷ്ടപ്പെട്ടത് എന്നറിയിക്കണം ഇൻഷാ അല്ലാ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാ പതുക്കെ അവിടെ എത്താം. അസ്സലാമു അലൈക്കും. താങ്ക് യു.